Dear students, welcome all. We learned in the last class the heat budget. As the result of heat budget, the Earth's temperature balance is maintained. Today we are going to discuss the temperature. പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഹീറ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ താപസന്തുലനത്തെ കുറിച്ചാണ്. ആ താപസന്തുലനത്തിന്റെ ഫലമായാണ് ഭൂമിയിൽ ചൂട് സന്തുലിതമായി നിലനിർത്തപ്പെടുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് താപനിലയെ കുറിച്ചാണ്, ടെമ്പറേച്ചറിനെ കുറിച്ചാണ്. You have learned the Earth's surface and atmosphere is heated by insolation. What is insolation? അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലവും അതുപോലെ തന്നെ അന്തരീക്ഷവും ചൂട് പിടിക്കുന്നത് ഇൻസൊലേഷൻ അല്ലെങ്കിൽ സൗര വികിരണത്തിന്റെ ഫലമായാണ്. What is insolation? Already discussed. The solar energy reaches the earth in the form of shock waves. That is known as the insolation. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. എന്താണ് സൗരവികിരണം? ആ സൗരവികിരണത്തിന്റെ ഫലമായാണ് ഭൂമിയുടെ ഉപരിതലവും അതുപോലെ തന്നെ അന്തരീക്ഷവും ചൂടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇഫ് ഇറ്റ് ഈസ് സോ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ ടെമ്പറേച്ചർ? എന്താണ് ടെമ്പറേച്ചർ? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്നാൽ എന്ത്? അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ താപനില എന്നാൽ എന്ത്? The temperature is the degree of hotness of the atmosphere. The temperature is the degree of hotness of the atmosphere. അതായത് അന്തരീക്ഷത്തിലെ ചൂടിന്റെ തീവ്രതയുടെ അളവാണ് താപനില എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ചൂടിന്റെ, അതായത് താപത്തിന്റെ തീവ്രതയുടെ അളവാണ് അന്തരീക്ഷത്തിലെ താപനില എന്ന് നമ്മൾ പറയുന്നത്. Do you notice when you watch the news on TV, the maximum temperature and the minimum temperature? നമ്മൾ സാധാരണ ടി വി കാണുമ്പോൾ വാർത്തയിൽ ഉയർന്ന താപനില അല്ലെങ്കിൽ കൂടിയ താപനില, കുറഞ്ഞ താപനില എന്നൊക്കെ കേൾക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് മാക്സിമം ടെമ്പറേച്ചർ? വാട്ട് ഈസ് മിനിമം ടെമ്പറേച്ചർ? How it is calculated? The maximum temperature and minimum temperature, കൂടിയ താപനില, കുറഞ്ഞ താപനില, ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് കണക്കാക്കുന്നത്? നോക്കാം. The maximum temperature is measured the weather condition at 2 p.m. The weather condition at 2 p.m. The maximum temperature is measured the weather condition at 2 p.m. 2 p.m. അതായത് ഉച്ചക്ക് 2 മണിക്കുള്ള കാലാവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയാണ് കൂടിയ താപനില കണക്കാക്കുന്നത്. ഒരു ദിവസത്തെ കൂടിയ താപനില കണക്കാക്കുന്നത് ആ ദിവസത്തെ ഉച്ചക്ക് 2 മണിക്ക് എന്താണോ കാലാവസ്ഥ അത് നോക്കിയിട്ടാണ് നമ്മൾ കൂടിയ താപനില പറയുന്നത്. Then minimum temperature is taken just before the sunrise. Minimum temperature is taken just before the sunrise. അതായത് നമ്മൾ കുറഞ്ഞ താപനില, ഒരു ദിവസത്തെ കുറഞ്ഞ താപനില നമ്മൾ എടുക്കുന്നത് സൂര്യോദയത്തിന് തൊട്ട് മുമ്പാണ്. സൂര്യോദയത്തിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില നമ്മൾ കണ്ടെത്തുന്നത്. ഇതാണ് മിനിമം ആൻഡ് മാക്സിമം ടെമ്പറേച്ചർ, കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇപ്പോൾ പറഞ്ഞത്. Look at the picture.
This is the instrument for measuring the maximum and minimum temperature in a day. This instrument known as maximum minimum thermometer. Maximum minimum thermometer. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് നമുക്ക് ഒരു ദിവസത്തെ ഉയർന്ന താപനിലയും കുറഞ്ഞ താപനിലയും കണ്ടെത്താനുള്ള ഒരു ഉപകരണമാണ്. ഇതിൻ്റെ പേര് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്നാണ്. നെക്സ്റ്റ് പോയിന്റ്, ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അതായത് ദൈനിക താപാന്തരം. What is meant by diurnal range of temperature? Diurnal range of temperature means the difference between maximum temperature and minimum temperature. The differences between maximum temperature and minimum temperature is called diurnal range of temperature. For example, the maximum temperature is 40 degrees Celsius and the minimum temperature is 20 degrees Celsius. What is the diurnal range of temperature? 40 degrees Celsius minus 20 degrees Celsius is equal to 20 degrees Celsius. 20 degrees Celsius is the diurnal range of temperature. ശ്രദ്ധിക്കുക, എന്താണ് ദൈനിക താപാന്തരം? എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ദൈനികം വെച്ചാൽ ദിനം പ്രതിയുള്ള താപ വ്യത്യാസം, അതാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. എന്താണ്? അതായത് ഉയർന്ന താപനിലയും താഴ്ന്ന താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നത്. ഉയർന്ന താപനിലയും താഴ്ന്ന താപനിലയും അല്ലെങ്കിൽ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് വിചാരിക്കുക, അതേപോലെ താഴ്ന്ന താപനില 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ദൈനിക താപാന്തരം? 40 ഡിഗ്രി സെൽഷ്യസ് കുറക്കണം 20 ഡിഗ്രി സെൽഷ്യസ്, കിട്ടുന്നത് എത്രയായിരിക്കും? 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ദൈനിക താപാന്തരം എന്ന് നമുക്ക് പറയാൻ കഴിയും. നെക്സ്റ്റ് പോയിന്റ്, ദ ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ദൈനിക ശരാശരി താപനില എന്നാൽ എന്ത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ ഈസ് the average temperature of a day is called daily mean temperature. Again, the average temperature of a day termed as daily mean temperature. How it is calculated? Let's see. Daily mean temperature is equal to maximum temperature plus minimum temperature divided by 2. Again, daily mean temperature is equal to maximum temperature plus minimum temperature divided by 2. For example, 40 degrees Celsius is maximum temperature. For example, maximum temperature is 40 degrees Celsius. Then minimum temperature is 20 degrees Celsius. What is the daily mean temperature? Then 40 degree Celsius plus 20 degree Celsius divided by 2 is equal to 30 degree Celsius. Isn't it? ശ്രദ്ധിക്കുക, എന്താണ് ദൈനിക ശരാശരി താപനില? അതായത് ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ് നമ്മൾ പറയുന്നത് ഡെയിലി മീൻസ് ടെമ്പറേച്ചർ. ഒരു ദിവസത്തെ ശരാശരി താപനില, അതാണ് ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് അതെങ്ങനെ കണ്ടെത്തും? ഇപ്പോൾ ദൈനിക ശരാശരി താപനില എങ്ങനെയാണ് കണ്ടെത്തുക? ഉയർന്ന താപനില കൂട്ടണം താഴ്ന്ന താപനില ഹരിക്കണം 2. അതായത് കൂടിയ താപനിലയും
കുറഞ്ഞ താപനിലയും കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ദൈനിക ശരാശരി താപനില ആയിരിക്കും. ഉദാഹരണമായിട്ട് 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന താപനില, എന്നാൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞ താപനില. അതിനെ എങ്ങനെ നമ്മൾ ദൈനിക ശരാശരി താപനില കണ്ടെത്താൻ സാധിക്കും? 40 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണം 20 ഡിഗ്രി സെൽഷ്യസ് ഹരിക്കണം 2 സമം 30 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് നമുക്ക് ദൈനിക ശരാശരി താപനില കിട്ടുക. ക്ലിയർ? Look at the map. You can see smooth curved lines connecting the places having equal temperature. Smooth curved lines connecting the places having equal temperature. മാപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ കാണാൻ കഴിയും ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒഴുക്കൻ വരകൾ വരച്ചിട്ടുള്ളത്. ആ ഒഴുക്കൻ വരകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. Isotherm, the imaginary line connecting places having equal atmospheric temperature, is called isotherm. The imaginary lines connecting places having equal atmospheric temperature is called isotherm. നമ്മൾ മാപ്പിൽ ശ്രദ്ധിച്ചു, ഒഴുക്കൻ മട്ടിലുള്ള രേഖകൾ കണ്ടു. അതായത് ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമതാപ രേഖകൾ അല്ലെങ്കിൽ ഐസോതെർം എന്ന് വിളിക്കുന്നു. If isotherm are plotted by connecting places having highest temperature on Earth, it will run almost parallel to the equator. Almost parallel to the equator. This imaginary line is called thermal equator. അതായത് ഭൂമിയിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് സമതാപ രേഖ വരച്ചാൽ അത് മിക്കവാറും ഭൂമധ്യരേഖയുടെ സമാന്തരമായിട്ട് പോകുന്നത് നമ്മൾ കാണാൻ സാധിക്കും. ഈ മേഖലയെ നമ്മൾ വിളിക്കുന്നത് താപീയ മധ്യരേഖ അല്ലെങ്കിൽ തെർമൽ ഇക്വാറ്റർ എന്നാണ് വിളിക്കുന്നത്. താപീയ മധ്യരേഖ എന്ന് വിളിക്കുന്നു. Dear students, today's class summary. First, the temperature, താപനില. 2, maximum temperature and minimum temperature, ഉയർന്ന താപനില, താഴ്ന്ന താപനില. Then third one, diurnal range of temperature, അതായത് ദൈനിക താപാന്തരം. And fourth one, daily mean temperature. Daily mean temperature, ദൈനിക ശരാശരി താപനില. Then isotherm. സമതാപ രേഖകൾ. Then last one, thermal equator, താപീയ മധ്യരേഖ. Today's class is over. Thank you.